മലപ്പുറത്ത് ഇപ്പോഴും +1 സീറ്റ് പ്രതിസന്ധി രൂക്ഷം. ആഗ്രഹിച്ച വിഷയം ലഭിക്കാതെ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന സ്ഥിതിയാണ്. അവരെ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് സർക്കാർ പുറത്താക്കുകയാണെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ആരോപണം. നിരന്തരമായി മാധ്യമങ്ങൾ നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് +1 സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ പറഞ്ഞ തെറ്റായ കണക്കുകൾ തിരുത്താനിടയായത്. എന്നാൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടപടികൾ പുരോഗമിക്കുമ്പോഴും വിദ്യാർത്ഥികളുടെ ആശങ്ക അകലുന്നില്ല. കുട്ടികൾക്ക് ആഗ്രഹിച്ച വിഷയം ലഭിക്കുന്നില്ല എന്നതാണ് പരാതി. അലോട്ട്മെന്റ് കിട്ടിയിട്ടും ഇഷ്ടപ്പെട്ട കോഴ്സിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരെ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താക്കുകയാണ് സർക്കാരെന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആരോപിച്ചു. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഹ്യൂമാനിറ്റീസിന് കിട്ടിയാൽ കുട്ടി ചേരില്ല. കുട്ടിക്ക് താല്പര്യം സയൻസാണ്. 90% മുകളിൽ മാർക്കുള്ള കുട്ടികൾ. സെക്കൻഡ് അലോട്ട്മെന്റിലും അവർക്ക് വിചാരിച്ച സബ്ജക്റ്റ് സയൻസ് കിട്ടുന്നില്ല. തേർഡ് അലോട്ട്മെന്റിലും അവർക്ക് വിചാരിച്ച സബ്ജക്റ്റ് കിട്ടുന്നില്ല. 3 അലോട്ട്മെന്റിലും അവർക്ക് സയൻസ് ബാച്ച് ആഗ്രഹിച്ച് 9 A+ഉം 8 A+ഉം ഉള്ള കുട്ടികൾ അങ്ങനെ അവസരം കിട്ടാതെ വരുമ്പോൾ അവർ ചേരുന്നില്ല. ആ ചേരാത്ത കുട്ടികൾ ഏകജാലക സംവിധാനത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. അങ്ങനെ പുറത്തുപോയ 7056 കുട്ടികൾ മലപ്പുറം ജില്ലയിലുണ്ട്. ഈ 7056 കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പാടില്ല ഇന്നത്തെ സപ്ലിമെന്ററി അപേക്ഷകൾക്കകത്ത് എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. അതേസമയം അർഹരായ മുഴുവൻ കുട്ടികൾക്കും സീറ്റ് ഉറപ്പിക്കാനായിരിക്കും സർക്കാർ നിയോഗിച്ച സമിതിയുടെ ഇടപെടൽ എന്നതാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതീക്ഷ. നിലവിൽ 65 കുട്ടികളാണ് ഓരോ ക്ലാസ്സിലും പഠിക്കുന്നത്. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം ഒരു ക്ലാസ്സിൽ പരമാവധി 40 കുട്ടികളെന്നാണ്. മുൻകാലങ്ങളിൽ അധികമായി 30% കുട്ടികളെ വർദ്ധിപ്പിച്ചതാണ് എണ്ണം കൂടാൻ കാരണം. സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ 12% ഫീസും സർക്കാർ വർദ്ധിപ്പിച്ചതോടെ വിദ്യാർത്ഥികൾ പൂർണ്ണമായും പ്രതിസന്ധിയിൽ തന്നെയാണ്. ജനം, മലപ്പുറം.